ഹലോ, എജു വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്കാഡ് അതേപോലെ CSEB എക്സാമുകൾക്ക് വരാൻ സാധ്യതയുള്ള ഫിനാൻസിൻ്റെ ക്വസ്റ്റ്യൻസിനാണ്. സോ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ അപ്ഡേഷൻ ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ കൂടി മറക്കണ്ട കേട്ടോ. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: Which of the following assets have definite physical share or identity and existence? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനാണ് ഡെഫിനറ്റ് ആയിട്ടുള്ള ഫിസിക്കൽ അപ്പിയറൻസും അതേപോലെ ഐഡൻറ്റിറ്റിയും എക്സിസ്റ്റൻസും ഉള്ളത്? ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. ഫിക്റ്റീഷ്യസ് അസറ്റ്, കറണ്ട് അസറ്റ്സ്, ടാഞ്ചിബിൾ അസറ്റ്സ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ടാഞ്ചിബിൾ അസറ്റ്സ്. അപ്പോൾ ടാഞ്ചിബിൾ അസറ്റ്സിനാണ് നമുക്ക് എന്തുള്ളത്? കറക്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ എക്സിസ്റ്റൻസുകൾ ഉള്ളത്, ഐഡൻറ്റിറ്റി എക്സിസ്റ്റൻസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അതായത് തന്നിരിക്കുന്നതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസ് ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് എ ഡാഷ്. ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് എ ഡാഷ്. എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്? നോമിനൽ അക്കൗണ്ടാണ്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: അസറ്റ് വിച്ച് ആർ acquired and held permanently and used in the business with the objectives of making profit. എന്താണ്? അസറ്റ് വിച്ച് ആർ acquired ആൻഡ് ഹെൽഡ് പെർമനൻ്റ്ലി. നമ്മൾ പെർമനൻ്റ്ലി ആയിട്ട് ഹെൽഡ് ചെയ്യുന്ന എല്ലാ അസറ്റുകളെയും, എന്തിനാ അസറ്റ് ഹെൽഡ് ചെയ്യുന്നത്? പ്രോഫിറ്റ് മേക്കിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള അസറ്റുകളെ എന്താണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നമ്മൾ നോക്കുക. ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്സ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, നൺ ഓഫ് ദീസ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? ഫിക്സഡ് അസറ്റാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എ ഡാഷ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എ ഡാഷ്. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? ഒരു റിയൽ അക്കൗണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ ഇസ് ദ റൂൾ ഫോർ ഡാഷ്. ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ ഇസ് എ റൂൾ ഫോർ ഡാഷ്. ഏതിനുള്ള റൂളാണ്? പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾസുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഓൾ റവന്യൂ ഇൻകംസ് ആർ ക്രെഡിറ്റഡ് ടു. ഓൾ റവന്യൂ ഇൻകംസ് ആർ ക്രെഡിറ്റഡ് ടു ഏത് അക്കൗണ്ടിലേക്കാണ്? മാനുഫാക്ചറിങ് അക്കൗണ്ടിലേക്കാണോ? ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണോ? നൺ ഓഫ് ദി എബോവ്. ഏതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് വിത്ത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് വിത്ത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ്? ആദ്യം എഴുതുന്ന എൻട്രി എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ഓർ ലോസ്. അതായത് നമ്മളെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്രോസ് പ്രോഫിറ്റ് ആണ് ഗ്രോസ് പ്രോഫിറ്റ്, ഗ്രോസ് ലോസ് ആണെങ്കിൽ ഗ്രോസ് ലോസ് ആണ് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിഫൈൻസ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. Next question: which of the following is related to scientific system of maintaining account? Which of the following is related to scientific system of maintaining account? എന്താണ്? ഡബിൾ എൻട്രി സിസ്റ്റമാണ് നമ്മൾ സയൻറ്റിഫിക് സിസ്റ്റമായിട്ട് കണക്കാക്കുന്നത്. ഓപ്ഷൻസ് നിങ്ങൾ നോക്കി. സിംഗിൾ എൻട്രി, കൗണ്ടർ എൻട്രി, ബുക്ക് എൻട്രി ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അക്കോർഡിംഗ് to which concept all the transactions are measurable in terms of money are recorded in accounts. അതായത് മണിയിൽ മെഷർ ചെയ്യാവുന്ന എല്ലാ ട്രാൻസാക്ഷൻസും അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നത് ഏത് തരം ഇതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ ഇസ് ദ റൂൾ ഫോർ ഡാഷ്. ഏതാണ്? പേഴ്സണൽ അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: while putting the value of price of an entity or financial records the lowest price recorded, not the current price or current market value. നമുക്കൊന്നും കൂടി വായിച്ചേക്കാം. വൈൽ പുട്ടിംഗ് ദ വാല്യൂ ഓർ പ്രൈസ് ഓഫ് ആൻ എൻറ്റിറ്റി ഇൻ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ദ ലോവസ്റ്റ് പ്രൈസ് ഈസ് റെക്കോർഡഡ്, നോട്ട് ദ കറണ്ട് പ്രൈസ് ഓർ കറണ്ട് മാർക്കറ്റ് വാല്യൂ. അതായത് നമ്മൾ ഒരു കാര്യം നമ്മൾ എന്താണ് ഫിനാൻഷ്യൽ റെക്കോർഡ്സിലേക്ക് മാറ്റുമ്പോൾ
അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. മറിച്ച് എന്തല്ല, പ്രസൻ്റ് ആയിട്ടുള്ള പ്രൈസോ പ്രസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാർക്കറ്റ് വാല്യൂ അല്ല, പകരം ലോ വാല്യൂ ആണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ ഏത് കൺസെപ്റ്റ് പ്രകാരമാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏത് കൺസെപ്റ്റ് പ്രകാരമാണ്? കൺസർവേറ്റിസം ആണ്. അത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, കൺസർവേറ്റിസം, എക്സ്പെൻഡിച്ചർ കോൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കൺസർവേറ്റിസം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊഡക്ഷൻ കോസ്റ്റ് അണ്ടർ മാർജിനൽ കോസ്റ്റിംഗ് ഇൻക്ലൂഡ്സ്. പ്രൊഡക്ഷൻ കോസ്റ്റ് അണ്ടർ മാർജിനൽ കോസ്റ്റിംഗ് ഇൻക്ലൂഡ്. മാർജിനൽ കോസ്റ്റിങ്ങിലുള്ള പ്രൊഡക്ഷൻ കോസ്റ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആകും? പ്രൈമറി കോസ്റ്റും വാരിയബിൾ ഓവർ ഹെഡുമാണ്. പ്രൈമറി കോസ്റ്റ് ആൻഡ് വാരിയബിൾ ഓവർ ഹെഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ആൻഡ് ഇൻക്രീസ് ഇൻ വാരിയബിൾ കോസ്റ്റ്. ആൻഡ് ഇൻക്രീസ് ഇൻ വാരിയബിൾ കോസ്റ്റ്. വാരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? റെഡ്യൂസസ് ദി കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻസ് ആണ് റെഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സെയിൽസ് ഇൻവോയ്സസ് ആർ ഫസ്റ്റ് എൻറ്റേർഡ് ഇൻ. സെയിൽസ് ഇൻവോയ്സസ് ആർ ഫസ്റ്റ് എൻറ്റേർഡ് ഇൻ. സെയിൽസ് ഇൻവോയ്സസ് ഫസ്റ്റ് എവിടെയാണ് എൻ്റർ ചെയ്തത്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? സെയിൽസ് ജേണലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് റീപേയ്മെൻറ്റ് ഓഫ് ലോങ് ടേം ലോൺ ഈസ് ഡാഷ്. In fund flow statement, repayment of long term loan is dash. Correct option നോക്കുക. application of fund, source of cash, application of cash, source of fund. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഇൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് റീപേയ്മെൻറ്റ് ഓഫ് ലോങ് ടേം ലോൺ ഈസ് എ അപ്ലിക്കേഷൻസ് ഓഫ് ഫണ്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് outflow of fund on account of operation is dash. In fund flow statement, outflow of fund on account of operation is dash. അതും എന്താണ്? അപ്ലിക്കേഷൻസ് ഓഫ് ഫണ്ട് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്. ഇൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് ദാറ്റ്? ഡിക്രീസ് ഇൻ ക്യാഷ്. ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്, ഡിക്രീസ് ക്യാഷ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റും ഡിക്രീസ് ഇൻ ക്യാഷുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാഷ് ഫ്ലോ അനാലിസിസ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡാഷ്. ക്യാഷ് ഫ്ലോ അനാലിസിസ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡാഷ്. എന്താണ്? ക്യാഷ് കൺസെപ്റ്റ് ഓഫ് ഫണ്ട്സ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡിപ്രീസിയേഷൻ നോൺ ഫിക്സഡ് അസറ്റ് വിൽ ബി ഡാഷ്. ഇൻ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡിപ്രീസിയേഷൻ നോൺ ഫിക്സഡ് അസറ്റ് വിൽ ബി ഡാഷ് എന്നാണ് ഡെബിറ്റഡ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ക്ലോസിംഗ് ബാലൻസസ് ഓഫ് ബാങ്ക് ബാലൻസ് ഈസ് പോസ്റ്റഡ് ഇൻ വിച്ച് സൈഡ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ക്വസ്റ്റ്യൻ ഇതാണ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ക്ലോസിംഗ് ബാലൻസസ് ഓഫ് ബാങ്ക് ബാലൻസ് ഈസ് പോസ്റ്റഡ് ഇൻ വിച്ച് സൈഡ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഏത് സൈഡിലാണ്? അപ്ലിക്കേഷൻസ് ഓഫ് ക്യാഷ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ നമ്പർ ബി ആണ്. നെക്സ്റ്റ്, ഇൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പണിംഗ് ബാലൻസസ് ഓഫ് ബാങ്ക് ബാലൻസ് ഈസ് പോസ്റ്റഡ് വിച്ച് ഓഫ് ദ സൈഡ്? ഓപ്പണിംഗ് ബാലൻസസ് ഓഫ് ദി ബാങ്ക് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ദ ബാങ്ക് ബാലൻസ് എവിടെ കാണിക്കും? സോഴ്സ് ഓഫ് ക്യാഷ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നേരത്തെ നമ്മൾ എന്താണ് ചോദിച്ചിരുന്നത്? ക്ലോസിംഗ് ബാലൻസസ് ഓഫ് ബാങ്ക് ബാലൻസ് കാണിക്കുന്നത് അപ്ലിക്കേഷൻ ഓഫ് ക്യാഷിലും ഓപ്പണിംഗ് ബാലൻസസ് ഓഫ് ബാങ്ക് ബാലൻസ് കാണിക്കുന്നത് സോഴ്സസ് ഓഫ് ക്യാഷിലുമാണ്. മാറിപ്പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, പി വി റേഷ്യോ ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഡാഷ്. പി വി റേഷ്യോ ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഡാഷ്. ഓപ്ഷൻ നിങ്ങൾ നോക്കിക്കേ. ദ റേറ്റ് ഓഫ് വിച്ച് ഗുഡ്സ് ആർ സോൾഡ്, ദ വോളിയം ഓഫ് സെയിൽസ്, ദ വോളിയം ഓഫ് പ്രോഫിറ്റ്, ദ റേറ്റ് ഓഫ് പ്രോഫിറ്റ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ദ റേറ്റ് ഓഫ് പ്രോഫിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, കോൺട്രിബ്യൂഷൻ മാർജിൻ ഈസ് ഈക്വൽ ടു. കോൺട്രിബ്യൂഷൻ മാർജിൻ ഈസ് ഈക്വൽ ടു എന്താണ്? ഓപ്ഷൻ നോക്കുക. ഫിക്സഡ് കോസ്റ്റ് മൈനസ് ലോസ്, പ്രോഫിറ്റ് പ്ലസ് വി സി, സെയിൽസ് മൈനസ് ഫിക്സഡ് കോസ്റ്റ് മൈനസ് പ്രോഫിറ്റ്, സെയിൽസ് മൈനസ് പ്രോഫിറ്റ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ മാർജിൻ ഏതിന് ഈക്വലാണ്? ഫിക്സഡ് കോസ്റ്റ് മൈനസ് ലോസിന് ഈക്വലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ആൻഡ്
and increase in the variable cost, and increase in the variable cost equal to reduce the contributions. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു, ടഫ് ആയിരുന്നോ അതോ ഈസി ആയിരുന്നോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ കൂടി മറക്കണ്ട. അപ്പോൾ നമ്മുടെ എക്സാം അടുത്തെത്തി, ഇതാണ് ശനിയാഴ്ചയാണ് എക്സാം. അപ്പോൾ നന്നായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എല്ലാവരും എക്സാം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് CSEB എക്സാം ഏകദേശം എത്താറായി. അപ്പോൾ അതിനും വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ മറ്റൊരു ക്ലാസ്സുമായി പിന്നീട് കാണാം. അതുവരെ